ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഇന്നലത്തെ പോലെ തന്നെ ഇപ്പോഴും ഡൗ ജോൺസ് ഒരു 400-480 പോയിന്റ് ഡൗൺ ആണ്. S&P 42 പോയിന്റ്, നസ്ഡാക്ക് 33. നസ്ഡാക്ക് കുറച്ചു നേരത്തെ പോസിറ്റീവ് ആയിരുന്നതാണ്. എന്നാലും നസ്ഡാക്കും S&P ഒക്കെ ചെറിയൊരു റിക്കവറി നടത്തിയിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 50 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഇന്നലെ നമ്മൾ പേടിച്ചതുപോലെ ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചിട്ടില്ല. ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗ ജോൺസ് ഒക്കെ 900 പോയിന്റ് ആയിരുന്നു ഡൗൺ ആയിട്ട് നിന്നത്. എന്നിട്ടും മാർക്കറ്റ് ഇന്നലെ ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് കിട്ടിയിരുന്നുവെങ്കിലും അവിടെ നിന്ന് മാർക്കറ്റ് നല്ലൊരു റിക്കവറി നടത്തി. പതിയാണ് കയറിയെങ്കിലും മാർക്കറ്റ് നല്ലൊരു ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ട്രെൻഡ് ലൈനിൽ മുകളിൽ മെനഞ്ഞാത്ത ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു വിക്ക് വന്ന് മുകളിൽ നിന്ന് നമുക്ക് ട്രെൻഡ് ലൈനിന് മുകളിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വന്ന ആ ഒരു ക്യാൻഡിലിന്റെ ഈക്വലായിട്ടെങ്കിലും ഒരു ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് വരേക്കും പോകാൻ സാധ്യതയുണ്ട്. കാരണം ഗ്ലോബൽ മാർക്കറ്റ് ഇത്രയും ഒരു ഡൗൺ ആയിരുന്നിട്ട് പോലും ഇന്നലെ ഇത്രയും നല്ലൊരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിൽ. ഇന്നും കൂടെ മാർക്കറ്റ് ഒരു റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിലെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ 22,800-900 അടുപ്പിച്ച് മാർക്കറ്റ് വരും ദിവസങ്ങളിൽ കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ ക്യാഷ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ക്യാഷ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ DIS ബൈയിങ് ആണ് 2000 കോടിക്ക്. FIS സെല്ലിംഗ് ആണ് 2824, ഏകദേശം 800 കോടി അടുപ്പിച്ച് നെറ്റ് സെല്ലിംഗ് ആണ്. ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് FIS 4.8 lakh ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. 2.51 lakh ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും സെല്ലിംഗ് ആണ്. പുട്ട് ഓപ്ഷൻ സെല്ലിംഗ്. ഓക്കെ, പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 59 lakh ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. FIS ബൈയിങ് ആയിരുന്നു. FIS ബൈയിങ് ആയിരുന്നു, മാറിപ്പോയതാ. 4.8 lakh ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. 2.51 lakh ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും ബൈയിങ് ആണ്. രണ്ടും ബൈയിങ് ആണ് FIS. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ 59,000 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 32,524 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. ക്ലൈന്റ് രണ്ടും സെല്ലിംഗ് ആണ്. 3.63 lakh ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 2.85 lakh ക്വാണ്ടിറ്റി FIS. ഫീച്ചേഴ്സ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി ഒന്ന് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റില് 22,900, 23,000 നല്ല കോൾ റേറ്റിംഗ് നടന്നിട്ടുണ്ട്. 23,000. ഓക്കെ, തൊട്ട് മുകളിൽ വരുന്ന റെസിസ്റ്റൻസ് 22,700 ആയിരിക്കും. 22,700 കഴിഞ്ഞാൽ പിന്നെ 22,900 ആണ് സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത്. താഴോട്ട് 22,200 സ്ട്രോങ് സപ്പോർട്ടാണ്. മാർക്കറ്റ് ഇപ്പം നിൽക്കുന്ന 22,600, 22,520, 620 അല്ലേ. 520. ഓക്കെ, 520, 200, 300. ഓക്കെ, തൊട്ട് താഴെ വരുന്നത് 400-ലാണ്. 22,400-ലാണ് സ്ട്രോങ് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ്സ് വെച്ചിട്ടൊരു നെഗറ്റീവ് ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, CPR-ന് മുകളിലാണ് മാർക്കറ്റ് ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അപ്പം താഴോട്ട് പോയാലും CPR-ൽ ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിലും CPR-ന്ന് സപ്പോർട്ട് എടുത്ത്
തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആയിരിക്കും. കാരണം CPRന് മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് കൊണ്ട് ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതയുണ്ട്. CPR വരുന്നത് 22,418, 472, ഏകദേശം 60 പോയിന്റിന്റെ ഒരു CPR ആണ്. 55 പോയിന്റിന്റെ CPR ആണ്. നമുക്കത് വൈഡ് CPR ആയിട്ട് കൂട്ടാൻ പറ്റില്ല. നാരോ CPR തന്നെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഒരു നാരോ CPR ആയിരിക്കും. ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത് 22,368, 22,385. ഇത് ബ്രേക്ക്ഔട്ട് കിട്ടി താഴോട്ട് പോവാണെന്നുണ്ടെങ്കിലുള്ളൂ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഒരു ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ CPRൽ നിന്നോ അല്ലെങ്കിൽ ഈ 22,417, 22,440 നിന്നോ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. കാരണം CPR കൊണ്ട് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇവിടെ ഒരു 22,400 ഏരിയ ഒരു സപ്പോർട്ടുമാണ്. അപ്പം ഇവിടെ നിന്ന് എന്തായാലും ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് റെസിസ്റ്റൻസ് 22,555, 22,575. രണ്ടാമത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരുന്നത് 22,653, 22,672. മൂന്നാമത്തത് 22,721, 22,742. ഇത് വന്നിട്ട് ഗ്യാപ്പ് വരുന്ന ഏരിയ ആണ്. ഇതായി ഇവിടുത്തെ ഒരു ഗ്യാപ്പ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്. 721, 742 ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു 700, 800, 900 ആ ഒരു റേഞ്ചിനുള്ളിൽ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് സെൻസെക്സിന്റെ ചാർട്ട് കൂടെ നോക്കാം. സെൻസെക്സിലും CPR വരുന്നത് 928, നാരോ CPR ആണ്. CPR വരുന്നത് 73,298, 74,044 CPR വരുന്നത്. CPRന്റെ ബോട്ടം മാർക്ക് ചെയ്തിട്ടുണ്ട്. 73,930, 73,956 ആണ് ഫസ്റ്റ് സപ്പോർട്ട്. CPRന്റെ ഏറ്റവും ബോട്ടം വരുന്ന ലെവലാണ്. അവിടെ ക്യാമറയുടെ സപ്പോർട്ട് 3 കൂടെ ഉണ്ട്. അപ്പൊ മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറും. ഫസ്റ്റ് റെസിസ്റ്റൻസ് 74,211, 74,248. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 74,517, 74,562. മൂന്നാമത്തെ റെസിസ്റ്റൻസ് 74,801, 74,844. താഴോട്ട് ഒരു സപ്പോർട്ടും കൂടെ ഉണ്ട് 73. താഴോട്ട് വരാൻ സാധ്യത ഇല്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച്. സപ്പോസ് CPR ബ്രേക്ക്ഔട്ട് കിട്ടി താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 73,810, 73,771. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വലിയൊരു ഗ്യാപ് ഡൗണിലോട്ടാണ് പോകുന്നതെങ്കിൽ, അതായത് CPRന് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ, ഈ ഭാഗത്ത് ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റിയിലും CPRന് താഴെ ഒരു വലിയൊരു ഗ്യാപ് ഡൗൺ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് പ്രതീക്ഷിച്ചിരിക്കല്. CPRന് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്ലോസിംഗ് നോക്കണം. 5 മിനിറ്റിൽ റിക്കവർ ചെയ്ത് CPRന് മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ CPRന്ന് സപ്പോർട്ട് എടുത്ത് കയറും. ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിന്റെ ക്ലോസിംഗ് അത് എവിടെ വന്നാലും ശരി, ഒരു ഫ്ലാറ്റ് ആയിരുന്നാലും ശരി, ഗ്യാപ്പ് അപ്പ് ആയിരുന്നാലും ശരി, ഗ്യാപ് ഡൗൺ ആയിരുന്നാലും ശരി, ഫസ്റ്റ് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ CPRന് താഴെയാണ് ഒരു ക്ലോസിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ചിലപ്പം ഡേഞ്ചർ സിറ്റുവേഷനിലോട്ട് പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് താഴോട്ട് കിട്ടിയേക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ലെവൽസ് ആ സമയത്ത് മാർക്കറ്റിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ തരാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.